എന്ന മന്ത്രം. അതിനുശേഷം മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച, അമ്മയുടെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം, പിതൃവംശേ തദൈവച, അച്ഛന്റെ വംശത്തിൽ ജനിച്ച് മരിച്ച് അങ്ങനെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം, മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച, ഗുരു ശ്വശുരബന്ധൂനാം, LKG മുതൽക്ക് എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരാരെല്ലാവരും ഭൂമിയിൽ ജീവിച്ചു മരിച്ചോ അവർക്കെല്ലാം, ശ്വശുരന്മാര് എന്റെ ഭാര്യയുടെ കുലത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും, ശ്വശുരബന്ധൂനാം ഏചാന്യേ ബാന്ധവാമൃത, മറ്റു ബന്ധുക്കൾ ആരെല്ലാമാണോ ജനിച്ച് മരിച്ചത് അവർക്കെല്ലാവർക്കും, ഏമേ കുലേ ലുപ്തപിണ്ഡാഹ, എന്റെ കുലത്തിൽ ജനിച്ച് പിണ്ഡബലി കർമ്മങ്ങൾ കൊടുക്കാൻ ആരുമില്ലാതെ നരകയാതന അനുഭവിച്ച് മരിച്ചവരാരെല്ലാമുണ്ടോ അവർക്കും, ഏമേ കുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത, വിവാഹം കഴിക്കാതെ ഭാര്യയും മക്കളും ആരുമില്ലാതെ മരിച്ചവരാരെല്ലാമുണ്ടോ അവർക്കെല്ലാം, ഏമേ കുലേ ലുപ്തപിണ്ഡാഹ പുത്രധാര വിവർജിത ക്രിയാലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തത, അവനവൻ ഈ പിണ്ഡകർമ്മത്തിൽ വിശ്വാസമില്ലാതെ അങ്ങനെയുള്ളതൊന്നും നടത്താതെ മരിച്ചവരാരെങ്കിലും ഉണ്ടോ അവർക്കും ജാത്യന്താ പങ്കവസ്തത, ജന്മനാൽ അംഗഹീനന്മാരും ബുദ്ധിഹീനന്മാരും മനോവൈകല്യമുള്ളവരുമായിട്ട് ജനിച്ചവരാരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും ജാത്യന്താ പങ്കവസ്, ഏമേ കുലേ ലുപ്തപിണ്ഡാഹ പുത്രധാര വിവർജിത ക്രിയാലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തത വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ കുലേ മമ, എന്റെ കുലത്തിൽ ജനിച്ച വിരൂപന്മാരായി ജനിച്ചു മരിച്ചവര്, അമ്മയുടെ ഗർഭത്തിൽ തന്നെ അബോർഷൻ വന്ന് മരിച്ചവരാരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ കുലേ മമ, എന്റെ കുലത്തിൽ ഇനി ആരെല്ലാം ജനിച്ചിട്ടുണ്ട് എനിക്കറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ട്, അവരെല്ലാവരെയും ഞാനിവിടെ സ്മരിച്ചുകൊണ്ട് ഭൂമൗ ദത്തേന ബലിന തൃപ്തായാന്തു പരാം ഗതിം, ഭൂമിയിൽ നൽകിയിട്ടുള്ള ഈ ബലി കൊണ്ട് അവർക്കെല്ലാവർക്കും തൃപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ പിണ്ഡബലി നൽകുന്നു എന്ന് പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന കർമ്മമാണ്. ഈ മന്ത്രങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. www.iish.org സംസ്കൃതത്തിലെ ദേവനാഗരി ലിപിയിൽ ഇംഗ്ലീഷ് അർത്ഥത്തോടുകൂടി ഇത് മുഴുവനും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രത്തോടുകൂടി പിതൃകർമ്മം നടത്തിയിട്ട് പിന്നെ ദേവതമാർക്കും ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും പിതൃക്കൾക്കും പ്രത്യേകം നമ്മൾ തർപ്പണം കൊടുക്കാറുണ്ട്. ആ തർപ്പണമെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസിക സംതൃപ്തി ഈ ലോകത്തില് ഏത് തരം ഭക്ഷണം കഴിച്ചാലും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഏത് തരത്തിലുള്ള മരുന്ന് കഴിച്ചാലും എന്തെല്ലാം ചെയ്താലും ലഭിക്കുന്നതിലപ്പുറത്തുള്ള ഒരു സംതൃപ്തിയാണ്. ആദിപിതൃക്കളെ ആവാഹിച്ചു വരുത്തിയിട്ട് പൂജ നടത്തിയിട്ട് നമ്മുടെ 3 തലമുറയിലുള്ള പിതൃക്കളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആവാഹിച്ച് അവർക്ക് പിണ്ഡബലി കൊടുത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ദേവന്മാർക്ക് ഗുരുക്കന്മാർക്ക് ആചാര്യന്മാർക്ക് പിതൃക്കൾക്ക് നാം കൊടുക്കുന്ന ആത്മാർത്ഥമായ ശ്രദ്ധയോടുകൂടിയുള്ള ഈ തർപ്പണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതിലൊന്നിലും വിശ്വാസമില്ലാത്തവർക്കും എല്ലാം ഇത് കൊടുക്കാവുന്നതാണ്, ഈ കർമ്മം ചെയ്യാവുന്നതാണ്. എന്താ കാരണം? ഈ ഭൂമിയിൽ നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെയാണ്. ലോകത്തിലെ എത്ര കടുത്ത യുക്തിവാദിക്കും ഞാൻ തന്നെത്താനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ അവസരം നൽകിയ മാതാപിതാക്കളോടുള്ള കടം, പിതൃഋണം, നമുക്ക് ഈ ശരീരവും ആരോഗ്യവും രൂപവും തന്ന ദേവന്മാരോടുള്ള കടം, ദേവഋണം, നമുക്ക് ഈ അറിവ് തന്ന നമ്മുടെ ഗുരുക്കന്മാരോടുള്ള കടം, ഋണം, ഗുരുഋണം, ആചാര്യഋണം നമ്മൾ പറയാറുണ്ട്. ദേവഋണം, പിതൃഋണം, ഗുരുക്കന്മാരോടുള്ള ഋണം, ഇത് 3 ഈ ജന്മത്ത് വീട്ടാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ ഒരു അരമണിക്കൂർ ഇപ്രകാരം ഒരു മന്ത്രം ചൊല്ലി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കാം. നിങ്ങളോടെല്ലാവരോടും പറയുന്നു, നമുക്കൊരു സംശയമുണ്ട്, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പിണ്ഡബലി കൊടുത്താൽ നമ്മുടെ അച്ഛനും അമ്മയും അവരെല്ലാം ഇത് സ്വീകരിക്കുമോ എന്ന്. നിങ്ങളോട് എനിക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്,
മഹാത്മാഗാന്ധി ജനിച്ചു, 1948 അദ്ദേഹം മരിച്ചു. ഇന്നും ഗാന്ധി ജയന്തി ഹോളിഡേ ആയിട്ട് ആചരിക്കുന്നത് മഹാത്മാഗാന്ധി കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ 1947 ആഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം അന്നു മുതൽക്ക് ഇന്ന് വരെ നമ്മുടെ രാഷ്ട്രപതി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച എല്ലാ യോദ്ധാക്കൾക്കും പുഷ്പചക്രം സമർപ്പിക്കാറുണ്ട്. അതവർ കാണുന്നുണ്ടോ അവരെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റീത്ത്. അതേപോലെ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വലിയ നന്മകളൊന്നും ചെയ്തവരാണെന്ന് നമുക്ക് പലർക്കും അഭിപ്രായം ഉണ്ടാവില്ല. എന്നാലും അവരെല്ലാം മരിച്ച ദിവസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എല്ലാ മന്ത്രിമാരും ഉറങ്ങിക്കൊണ്ട് നാമം ജപിക്കുമ്പോഴും ശാന്തി മന്ത്രം ചൊല്ലുമ്പോഴും അതെല്ലാം മരിച്ചുപോയി ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും എല്ലാം സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ തന്നെത്താനെ ചോദിച്ച് അതിനുത്തരം കണ്ടുപിടിക്കുക. നമ്മൾ ശങ്കരാചാര്യ ജയന്തിയും വാൽമീകി ജയന്തിയും ഹനുമത് ജയന്തിയും എല്ലാം ആഘോഷിക്കുകയും ആചരിക്കുകയും ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവരെല്ലാം ഇതെടുക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ ഇമ്പോർട്ടന്റ് നമുക്ക് സമർപ്പിക്കാനുള്ളത്, നമുക്കുള്ള കടപ്പാട് അറിയിക്കാനുള്ളത്, നമുക്ക് സ്മരിക്കാനുള്ളത് അത് നമ്മൾ ചെയ്യാം. നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ളത് ചെയ്യാം. ഇങ്ങോട്ട് അവർ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാനുള്ള സമയം നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ ദൗത്യം ജീവനോടെ വർഷത്തിലൊരിക്കൽ ഒരു അരമണിക്കൂർ മാറ്റിവെച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിതൃകർമ്മം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കൊണ്ട് ആചരിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ദൗത്യമാണ്. ധാരാളം ക്രിസ്ത്യാനികൾ അത് ആചരിക്കാറുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ വർഷം ആഗസ്റ്റ് 9 തിങ്കളാഴ്ച രാവിലെ 6 മുതൽക്ക് 11:30 മണി വരെ അരമണിക്കൂർ വീതമുള്ള ഈ പിതൃകർമ്മം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി ക്ഷേത്രത്തില് ഞാൻ തന്നെ ഈ മന്ത്രം ചൊല്ലിയിട്ട് നടത്തിക്കൊടുക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഏതാണ്ട് 6000 പേരുണ്ടായിരുന്നു. ഈ വർഷവും അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ വരും. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരിക്ക് മുമ്പ് ഹൈവേയിൽ തന്നെ എല്ലാ ബസ്സും അവിടെ നിർത്തുന്നുണ്ടായിരിക്കും. ഈ മന്ത്രിസഭ വന്നതിന് ശേഷം മഴുവഞ്ചേരിയിൽ ബസ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അവർ നിരീശ്വരവാദികളാണെങ്കിലും അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി ബസ്സിൽ ആ സെന്ററിലേക്ക് വരാനും അവിടെ നിന്ന് തന്നെ ബസ് കയറി തിരിച്ച് കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് എത്താനുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.